പിണറായി സർക്കാർ വന്നിട്ടും ദോഷമൊന്നും പറയാനില്ല. കാരണം ഇപ്പോൾ പഴയ കാലത്തേക്കാൾ നല്ലൊരു വികസനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തന്നെ എൻ്റെ ഭാര്യയ്ക്ക് 1000 രൂപ കിട്ടി. എൻ്റെ ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, പക്ഷെ 1000 രൂപ എൻ്റെ കഴിഞ്ഞ മാസം കിട്ടി. ഇനി അടുത്ത മാസം കിട്ടും. ഇതുവരെ അത് കിട്ടാത്തൊരു സംഗതിയാണ്. കുഴപ്പമില്ല, നല്ല ഭരണമാണ്. ഓട്ടോറിക്ഷക്കാരനെ വലിയ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾ വിചാരിച്ച ഇതൊക്കെ സെക്കൻഡ് നേരം കൊണ്ട് ഇതൊക്കെ നേരെയൊക്കെ എടുക്കാൻ പറ്റുന്ന എന്താ പറയുക ത്രാണിയുള്ള ആളാണ് അയാൾ. കാരണം എന്താ അത്രയും പവർഫുള്ളാണ്. ഈ 10 വർഷക്കാലം നമുക്ക് അതിന് മുമ്പത്തെ ഗവൺമെൻറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വലിയ മാറ്റങ്ങൾ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിലായാലും മറ്റ് നൂതന ആശയങ്ങളായാലും അതുപോലെ സാംസ്കാരിക മുന്നേറ്റമായാലും പല രീതിയിലുള്ള വളർച്ച നമുക്ക് കേരളത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. റേഷൻ കടക്ക് മാറ്റുന്നതിനും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജനങ്ങളുടെ വരവ് ക്രമേണ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പരമാവധി ജനങ്ങൾ റേഷൻ കടക്ക് വരുന്നുണ്ട്, അത്യാവശ്യം സെയിൽസും ഉണ്ട്. അരിയൊന്നും വലിയ കുഴപ്പമില്ലാത്ത നല്ല അരികളാണ്, നല്ല സാധനങ്ങളൊക്കെ. പഴയ പോലെയുള്ള ബുദ്ധിമരുന്നില്ല, അങ്ങനെ ഇന്ന് ഒരു ബുദ്ധിമുട്ടോ ഒന്നും ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല, ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഈ 10 വർഷ കാലയളവും അതിന് മുമ്പെയുള്ള നമ്മുടെ സ്കൂളുകളിലും അംഗനവാടികളിലും ഒക്കെയുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയൽക്കൂട്ടം, കുടുംബശ്രീ അങ്ങനെയുള്ള അതിൽ ലോണ് കാര്യങ്ങൾ അതൊക്കെ സർക്കാരിൽ നിന്ന് ഗുണം കിട്ടുന്നുണ്ട്. പിന്നെ സർക്കാർ വന്നതുകൊണ്ട് മെച്ചമുണ്ടോ ചോദിച്ചാൽ മെച്ചമുള്ളവർക്കുണ്ട്, ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും അതിൻ്റെ അത് കിട്ടിയിട്ടില്ല. 2-3-4 വർഷമായി കച്ചവടം തുടങ്ങിയിട്ട്. ഇപ്പോൾ കുറച്ച് ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ട് വരുന്നു. അതിദാരിദ്ര്യമില്ലാത്ത ഒരു കേരളമാണ് ഇപ്പോൾ ഇവിടെ നിലനിന്നു കൊണ്ടിരിക്കുന്നത്. നമുക്കതിന് സാധിച്ചു. റോഡുകൾ ഇപ്പോൾ ഈ കട്ട് റോഡുകൾ മാത്രമേ ഈ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. ബാക്കിയുള്ള ഈ മെയിൻ റോഡുകളൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇതുപോലുള്ള റോഡ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. റോഡുകൾ, പാലങ്ങൾ, ഒരുപാട് പുതിയ കെട്ടിടങ്ങൾ, പുതിയ വികസനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. നാട് വളരെയധികം വളർന്നു, അതിനനുസരിച്ച് ഞാനും വളർന്നു. ഇപ്പോൾ അന്ന് എനിക്ക് വളരെ തുച്ഛമായ വരുമാനമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അതിനേക്കാൾ ഡെവലപ്മെൻ്റ് ആയിട്ട് നാട് വളർന്നു. അതിനനുസരിച്ച് എനിക്കും മാന്യമായിട്ടുള്ള ശമ്പളം കാര്യങ്ങളൊക്കെ എനിക്കും ഇന്ന് ഈ സർക്കാർ വന്നതിന് പിന്നെ എനിക്കും ബാക്കി എല്ലാ കമ്മീഷനും കിട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ 1000 രൂപ ഓണം ഉണ്ടെന്ന് കിട്ടിയിട്ടുണ്ട്. മുൻ വർഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ വന്ന ശേഷം 2 ടൈമോ 3 ടൈമോ എന്താ കിട്ടി. നല്ല ഭരണമാണ്. ഇനി തുടർച്ചയായിട്ട് ഈ സർക്കാർ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.